നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 29 തീയതി 1200 ആണ്ട് ഇടവ മാസം 15 തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര ശുഭനക്ഷത്രത്തിൽപ്പെടുന്നതാണ്. തിരുവാതിര നക്ഷത്രം വ്യാഴാഴ്ച. വളരെ ഭാഗ്യദായകമായ ഒരു ദിവസമാണ് ഇന്ന്. ഇപ്പോൾ വ്യാഴാഴ്ചയാണ്, തിരുവാതിര നക്ഷത്രമാണ്, ശുഭദിനവും അതുപോലെ ശുഭനക്ഷത്രവുമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ഭാഗ്യദായകമായ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാൻ കൊള്ളാം എന്നാണ്. നക്ഷത്രവും കൊള്ളാം, ദിവസവും കൊള്ളാം. അപ്പോൾ ഫുൾ പോസിറ്റീവ് നിറഞ്ഞ ദിവസമാണ്. നക്ഷത്രം കൊള്ളാം അല്ലെങ്കിൽ ദിവസം കൊള്ളൂല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് കുറഞ്ഞ ദിവസമാണ്. രണ്ടും കൊള്ളൂല്ലെങ്കിൽ പിന്നെ ആ ദിവസമേ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇന്ന് നമുക്ക് എന്ത് ശുഭകാര്യത്തിനും എടുക്കാം. അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ടാണ് 6 മണിക്ക് നിങ്ങൾക്ക് ഇത് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത്. നോക്കിയിട്ട് ഇന്നത്തെ ദിവസത്തെ ഓരോ കാര്യത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് സുപ്രധാനമായ കാര്യങ്ങൾ ചെയ്യണമോ ചെയ്യണ്ടയോ, നല്ല ദിവസങ്ങളിൽ എത്രത്തോളം ശുഭകാര്യങ്ങൾ ചെയ്യുന്നുവോ അത്രയും ശുഭപ്രദമായി കലാശിക്കും. അതുപോലെ ഇടവ മാസത്തിൽ തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കേണ്ടതാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക. സാമ്പത്തിക പുരോഗതിയെ തരും. തിരുവാതിരക്കാർക്ക് കണ്ടകശനിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ പ്രഭാവം നിങ്ങൾക്കൊരു വർഷം വളരെ സപ്പോർട്ടീവായിരിക്കും, സഹായകരമായിരിക്കും. അത് നിങ്ങളെ വളരെ പുരോഗതിയിലേക്ക് നയിക്കും, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കും. അതുപോലെ തന്നെ ധന കാര്യങ്ങളിൽ ധൈര്യമായിട്ട് ഇറങ്ങാം. ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആയാലും ശരി, ഊഹ കച്ചവടങ്ങളിലായാലും ശരി, ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടായാലും ശരി, മറ്റ് ധന ഇടപാടുകൾക്ക് ഒക്കെ കൊള്ളാവുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. അപ്പോൾ വ്യാഴഭഗവാനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വർഷത്തെയും വിനിയോഗിക്കുക. ആ വർഷത്തെ തടയാതെ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുക. അപ്പോൾ വളരെ ഭാഗ്യദായകമായിട്ടുള്ള ഒരു വർഷമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്ത് കാര്യത്തിനും കൊള്ളാം. അതേപോലെ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ് എങ്കിൽ പോലും ചില നെഗറ്റീവായിട്ടുള്ള സമയങ്ങൾ ഒഴിവാക്കി കളയുക. നല്ല ദിവസമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം രാവുകാല സമയം ശുഭയാത്രയ്ക്ക് നല്ലതല്ല. ശരിക്കും 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ വ്യാഴാഴ്ച ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാവുകാലം തുടങ്ങുന്നത് 1:30 മണിക്കല്ല, 1:56 തൊട്ട് 3:30 വരെ രാവുകാല സമയം. അതുപോലെ യമകണ്ഠ കാല സമയവും ഗുളികകാല സമയവും വരുന്നത്, ഗുളികകാല സമയം രാവിലെ 9:14 തൊട്ട് 10:48 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് രാവിലെ 6:06 തൊട്ട് 7:40 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതേപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്നും 11:57 തൊട്ട് 12:45 വരെ അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. അല്ലാതെ തന്നെ നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. അതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണമെന്നില്ല. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശരിക്ക് മഞ്ഞ കളറോ മഞ്ഞ മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഇന്നത്തെ ദിവസം പരമഗുരുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.